ഹായ് ഓൾ, ഞാൻ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ്. സിമ്പിളായിട്ടും വളരെ ടേസ്റ്റായിട്ടും എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അതിനാദ്യമായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു 1/2 kg ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇതിൻ്റെ എല്ലാ അളവും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചിക്കനിലേക്കിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ടിത് ഒരു 30 minutes to 1 hour സെറ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മളതിൻ്റെ മറ്റേ സൈഡിലും കൂടെ തിരിച്ചിട്ടിട്ട് അതും കൂടെ ഫ്രൈ ആക്കി എടുക്കണം. ഇനി നമ്മൾ അതിനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് വീണ്ടും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിൽ കുറച്ച് എണ്ണ മിച്ചമുണ്ടാവും. ആ എണ്ണയിലാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ എണ്ണ എടുത്തിട്ട് കൂടുതൽ ഓയിലി ആക്കണ്ട. അതുകൊണ്ട് ആ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ട് അതിനകത്തേക്ക് ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യണം. സവാള ഞാനൊരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇടണം. അപ്പോൾ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി വരും. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു 3 വലിയ മുളക് അത് നടുവേ കീറിയിട്ട് ഇടണം. എന്നിട്ട് സവാള ഒരു പകുതി അല്ല ഒരു 1/4 വേവായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യണം. ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് മൂന്നും നന്നായിട്ട് വഴറ്റി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യണം. ടൊമാറ്റോ അതിന് കുറച്ച് വേവ് കുറവായതുകൊണ്ട് ടൊമാറ്റോ നമുക്ക് അവസാനം ഏകദേശം അതിൻ്റെ എല്ലാം ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പം ടൊമാറ്റോ ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു ടൊമാറ്റോ ആണ് ഇട്ടിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഗ്രേവിയുടെ പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യണം. അത് സെയിം നമ്മൾ ചിക്കനിലിട്ട സെയിം പൗഡേഴ്സാണ്. അത് ചിക്കനിൽ അധികം ഇട്ടിട്ടുള്ളത് കൊണ്ട് ഈ ഗ്രേവിയിലേക്ക് കൂടുതൽ ഇടണമെന്നില്ല, ആവശ്യത്തിന് ഇട്ടാൽ മതി. അപ്പം നമ്മൾ സെയിം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതെല്ലാം വീണ്ടും ഈ ഗ്രേവിയിലേക്ക് ഇടണം. എന്നിട്ട് നന്നായിട്ട് പൊടിയെല്ലാം കൂടെ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 1 മിനിറ്റോളം എടുക്കും. അപ്പോൾ അത്രയും നേരം ഇതൊന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം പൊടികളെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. അപ്പം ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കണം. നമുക്ക് എന്തോരം ഗ്രേവി ആവശ്യമാണോ, ചാറ് എന്തോരം ആവശ്യമാണോ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത് ഗ്രേവി ഫുള്ള് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് വീണ്ടും ഒന്ന് തിളയ്ക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഇനിയിപ്പം അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ലേശം കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് വീണ്ടും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.